ഹായ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. ഇന്നത്തെ നമ്മുടെ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആക്ച്വലി എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഓഫ് എടുത്താൽ, പക്ഷേ കോൾ ഡ്യൂട്ടി ചെയ്യണം. ഇടയ്ക്ക് വിളിച്ചാൽ പോകേണ്ടി വരും. അപ്പം നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയുണ്ടെന്ന്. ആദ്യം കുറച്ച് പൂ മേടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അത്തപ്പൂക്കൾ ഇടാം. ഓക്കെ, അമ്മമ്മ കിച്ചണിലുണ്ട്, അമ്മമ്മ കുക്കിങ്ങിലാണ്. ഓക്കെ അമ്മമ്മേ. പാലപ്പവും കടലക്കറിയും വെച്ചു. ഇനി അമ്മമ്മ അവിയൽ അരിയും എങ്ങാണ്ട. അമ്മമ്മേ ഒരു ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ഓക്കെ, ഇതേ തിരുവോണ ദിനത്തിലെ വ്ളോഗാണ് കേട്ടോ. രാവിലെ പൂക്കളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് റെഡിയാക്കാൻ തുടങ്ങിയപ്പം നാട്ടിൽ നിന്നെല്ലാം ഓരോരുത്തരായിട്ട് വിളിച്ച് അമ്മ സംസാരിക്കുന്നത് അച്ഛയോടാണ് കേട്ടോ. അച്ഛയമ്മയെ ആദ്യമായിട്ടാണ് തിരുവോണത്തിനന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അച്ഛൻ നാട്ടിലും അമ്മ ഇവിടെയും. അങ്ങനെ പൂക്കൾ അടത്താനായിട്ട് കുറേ പൂ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പൂ എന്ന് പറയുമ്പോൾ ഒരു 1/2 kg പൂവായിരുന്നേ. ഉണ്ണിക്കുട്ടന് സ്കൂളിൽ പൂ കൊടുക്കണമായിരുന്നു. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വീട്ടിലും കൂടെ അത്തപ്പൂക്കൾ ഇടാമല്ലോ എന്ന് കരുതി കുറച്ച് പൂ മേടിച്ചു. 1 കിലോ പൂവിന് 5 റിയാലായിരുന്നു. ഞാൻ 1/2 kg പൂ മേടിച്ചു, 2.5 റിയാൽ. അത് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ പേരൻസ് പൂ മേടിക്കാൻ പോയപ്പോൾ അവരോട് പറഞ്ഞു വിട്ട് മേടിച്ചത് നമ്മളും പൂ കേട്ടോ. അങ്ങനെ പൂക്കളൊക്കെ വാങ്ങിച്ച് ആദ്യമായിട്ടാണ് ഞങ്ങൾ കേട്ടോ ഇത്രയും പൂക്കളൊക്കെ പൂക്കൾ വാങ്ങിച്ച് ചെറിയ അത്തപ്പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഇത്രയും പൂക്കളൊക്കെ വാങ്ങിച്ച് അത്തപ്പൂക്കൾ ഇടാൻ പോകുന്നത് മക്കൾക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് കരുതി. നാട്ടിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീടിന് ചുറ്റുമുള്ള പൂക്കളെങ്കിലും പറിച്ച് അത്തപ്പൂക്കളിട്ട് അവർക്ക് കാണാൻ പറ്റും. ഇവിടെ അതൊന്നും നടക്കത്തില്ലല്ലോ. അപ്പം എന്താണ് ട്രഡീഷൻ എന്നൊക്കെ അവരൊന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയാണ് ഞാൻ പൂക്കളൊക്കെ വാങ്ങിച്ചതും ഈ അത്തപ്പൂക്കൾ ഇടാനുള്ള ഇനിഷ്യേറ്റീവ്നെസ് എടുത്തത്. പിന്നെ ദേവൂട്ടനും ഉണ്ണിക്കും നല്ലൊരു ക്രൈസായിട്ട് തോന്നി. അവരൊരുപാട് അതിനകത്ത് എൻഗേജ്ഡ് ആയിട്ടിരുന്നേ. അങ്ങനെ പൂക്കൾ 2 പേരും ചേർന്ന് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പവും കടലക്കറിയായിരുന്നു. അമ്മമ്മ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിനിടയ്ക്ക് കഴിക്കണം. ദേവക്കുട്ടൻ പറയുന്നുണ്ട് അമ്മ വിശക്കുന്നുണ്ട്, നമുക്ക് അതും കൂടെ കഴിക്കാമെന്ന്. അപ്പം ഈ പൂക്കളം ഇടണമെന്ന് കരുതിയപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ തലേ ദിവസം അത് സെപ്പറേറ്റ് ചെയ്ത് റെഡിയാക്കി ഫ്രിഡ്ജ് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ അന്നും എനിക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ ഓർത്ത് ഈസി ആയിരിക്കും രാവിലെ ഇടാമെന്ന്. പക്ഷെ കുറേ സമയം എടുത്തു കേട്ടോ. മാത്രമല്ല അമ്മമ്മ തലേ ദിവസം അത് പ്ലാൻ ചെയ്ത് അമ്മമ്മ പച്ചടിയും പിന്നെ ഇഞ്ചിപ്പുളിയോ ഇഞ്ചിക്കറി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിയലും സാമ്പാറും തോരനും പരിപ്പ് ചാറും പായസവും പിന്നെ അച്ചാറെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, സദ്യക്ക് ഞങ്ങൾ അച്ചാർ എടുക്കാൻ മറന്നുപോയി. അത് റിയലൈസ് ചെയ്ത് തന്നെ ലാസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി ഓണസദ്യയുടെ പ്രിപ്പറേഷനായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഓണം എന്ന് പറയുമ്പോഴത്തേന് നാട്ടിലൊക്കെ ഒരു പൊളി വൈബാണല്ലോ. ആ വൈബിൻ്റെ ഒരു സ്വല്പമെങ്കിലും നമുക്കും കൂടി ഇരിക്കട്ടെ എന്ന് കരുതിയാണ് നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്തത്. അങ്ങനെ പൂക്കളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയായിട്ട് തുടങ്ങി. ദേവൂട്ടൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ പൂക്കൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. ഉണ്ണിക്കുട്ടൻ ഇടയ്ക്ക് ഓടി വരും പോവും, അങ്ങനെയായിരുന്നു. ദേവി ചേച്ചിയാണ് കൂടുതലും ഹാർഡ് വർക്ക് ചെയ്തതായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ആണെങ്കിലുണ്ടല്ലോ ഞാൻ വെച്ചേക്കുന്ന ക്യാമറ ശരിയാണോ നോക്കാൻ വേണ്ടി പോകുന്നതാണ് ഉണ്ണിച്ചേട്ടൻ ആദ്യം. ഉണ്ണിച്ചേട്ടൻ പോയി അത് മാറ്റുമെന്ന് പറഞ്ഞ് പുറകെ പോകുന്നതാണ് ദേവി ചേച്ചി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കുറേ സമയം ഈ ക്യാമറയുടെ പുറകിൽ നടന്നു പോയി കേട്ടോ. പിന്നെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയായി. വേഗം കഴിച്ചേക്കുവാണെങ്കിൽ ആ പരിപാടി അങ്ങ് കഴിയുമല്ലോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് വെച്ചാൽ എൻ്റെ ഇരിക്കുന്ന സ്ഥലമാണ്. അന്നേരം അടിയാണ്. ഉണ്ണിയൂട്ടം പറയും അമ്മ എൻ്റെ കൂടെ ഇരുന്നാൽ മതി, ദേവി ചേച്ചി പറയും അമ്മ എൻ്റെ കൂടെ ഇരുന്നാൽ മതി. പിന്നെ ഉണ്ണി അങ്ങ് കരയാൻ തുടങ്ങും, പിണങ്ങിപ്പോകും. അങ്ങനെയൊക്കെ പരിപാടിയാകുമ്പോൾ ദേവി ചേച്ചി പാവം വിട്ടുകൊടുക്കും. എന്നിട്ട് പറയും എന്നാൽ അമ്മ ഉണ്ണിച്ചൻ്റെ അടുത്ത് ഇരുന്നോ, കുഴപ്പമില്ലാന്ന്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്നാണെന്നറിയാവോ, കുഞ്ഞിലെ ഞങ്ങൾ 3 പേരും, അതായത് 3 പേരും കൂടെ ഇരിക്കുമ്പം ഞാനും രണ്ടാമത്തെ ചേച്ചിയും തമ്മിൽ നല്ല വഴക്കായിരുന്നു കേട്ടോ. അപ്പം മൂത്ത ചേച്ചിയാണ് എല്ലാം ഇങ്ങനെ വിട്ടു തരുന്നത്. അതുപോലെയാണ് ദേവമോളിൽ ഓരോന്ന് ചെയ്യുമ്പം എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഇവിടുത്തെ ഓണം എന്ന് പറയുമ്പം എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്ന 2014 മുതൽ നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ സദ്യ ഉണ്ടാക്കുക, ചെറുതിൽ പറ്റുന്ന പോലെ പൂക്കളം ഇടുക, പിന്നെ എന്താ നല്ല ഓണത്തിൻ്റെ ഡ്രസ്സ് സെറ്റ് സാരിയും അങ്ങനത്തെ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുക, പായസം കുടിച്ച് മത്തടിച്ച് കിടന്നുറങ്ങുക. ഇതാണ് മസ്കറ്റിലെ ഓണത്തിൽ എനിക്ക്, അതായത് എൻ്റെ പേഴ്സണലി എനിക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. പക്ഷേ ഈ വർഷം ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ ഉടനെ അതിൻ്റെ സെലിബ്രേഷനും കാണും.
ഫസ്റ്റ് ടൈമാണ് മസ്കറ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ഓണം സെലിബ്രേഷനായിട്ട് ഞങ്ങൾ നടത്താൻ പോകുന്നത്, അതായത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. പിന്നെ നമ്മൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ഫാമിലി ഗ്യാതറിംഗ് ആയിരുന്നു ഓണത്തിന്. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്ന് അങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു പതിവ്. പക്ഷേ പല പല സാഹചര്യങ്ങൾ കൊണ്ട് അതൊക്കെ ഇല്ലാതായിട്ട് കുറച്ച് വർഷങ്ങളായി. പിന്നെ എല്ലാ വർഷവും സദ്യ ഉണ്ടാക്കും, നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ കഴിക്കും, അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷം മക്കളും വളർന്ന് വലുതായി വരുമല്ലേ, അവരും ഇപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയട്ടെ എന്ന് കരുതിയിരിക്കുന്നു. അടുത്ത വർഷമെങ്കിലും ഓണത്തിൻ്റെ സമയമാകുമ്പം നാട്ടിൽ പോകണമെന്നും അത്തം തൊട്ട് തിരുവോണം വരെ പൂക്കളം ഇടണമെന്നും ദേവമോളെ ഉണ്ണിമോനെ അവിടുത്തെ നമ്മുടെ എന്താണ് കൾച്ചർ എന്ന് കാണിച്ചു കൊടുക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നടക്കുമെന്നറിയില്ല, നമുക്ക് നോക്കാം. നടക്കുവാണെങ്കിൽ പോകണം. ആക്ച്വലി ലീവ് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അടുത്ത വർഷത്തേനുള്ള ലീവ് പ്ലാനറൊക്കെ ഇട്ടിട്ടുണ്ട്, അത് ലീവ് ബുക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷേ ഓണത്തിൻ്റെ സമയത്തൊന്നും എനിക്ക് അലോക്കേറ്റഡ് ആയിട്ടുള്ള ലീവ് കിട്ടില്ല. അന്നേരം ഓൾറെഡി വേറെ പല സ്റ്റാഫിനും ലീവായി പോയി. അങ്ങനെ അറിയില്ല, നമുക്ക് ശ്രമിച്ച് നോക്കാം. ഒരു 10 ഡേയ്സോ ഒരു 15 ഡേയ്സോ പോകാൻ പറ്റുമോന്ന് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഈ വർഷം ഇവിടെ ആഘോഷിച്ച് അടുത്ത വർഷം അവിടെ ആഘോഷിക്കാം എന്നൊക്കെ കരുതിയിരിക്കുകയാണ്. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫ്ലാറ്റ്, സ്പേഷ്യസ് അല്ല. അപ്പം ഭയങ്കര കൺസ്ട്രക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം നമുക്ക് ഉള്ള സ്പേസിൽ വെച്ച് നമ്മൾ ഉള്ളതുപോലെ എൻജോയ് ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചേക്കുന്നത്. മക്കൾ എന്താണ് എക്സാക്ട്ലി ഈ ഓണം, എന്താണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓണത്തിൻ്റെ സമയത്ത് എന്താ പറയുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞുനാളിലെ ഓണം എന്ന് പറയുമ്പോഴത്തേന് അന്ന് പുതിയ ഉടുപ്പും ഒന്നുമില്ല, ഉള്ള ഉടുപ്പിട്ട് അത് ഉള്ളതിൽ പുതിയതുപോലെ തോന്നിക്കുന്ന ഉടുപ്പിട്ട് നമ്മൾ രാവിലെ കുളിച്ച് റെഡി ആയിട്ട് പോവാം. എവിടെയാണ് ഈ നാരങ്ങ സ്പൂണും മെഴുതിരി കത്തിച്ചോട്ടും അങ്ങനെ പല 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 മത്സരങ്ങളില്ല, അതിനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് വീട്ടിൽ ഓണസദ്യ കഴിച്ച് അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുനാളിലെ ഓണം. അതുമാത്രമല്ല, നമുക്ക് നാട്ടിൽ ഓണം എന്ന് പറയുമ്പം ഓണത്തിൻ്റെ പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ 10 ദിവസം അവധിയല്ലേ, അങ്ങനെയല്ലയോ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം പിള്ളേർക്ക് അതിൻ്റെതൊക്കെ അറിഞ്ഞോട്ടെ എന്ന് കരുതി അടുത്ത വർഷം പറ്റിയാൽ നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ കരുതിയിരിക്കുന്നു. നോക്കാം നമുക്ക് നടക്കുമോ എന്നല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് എൻ്റെ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം ഒരുവിധം ഞാൻ ഓടിച്ചു വിട്ടിട്ട് പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെയാണ് ഓർത്തത് അത്തപ്പൂക്കൾ ഇടുമ്പോൾ പച്ച കളർ കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇല എടുക്കാന്ന്. അപ്പം ഞാൻ ഓർത്തു, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിരുന്നു ഒരു റീല്, എന്താണ് ഈ മാവില വെച്ചിട്ട് അവർ അത് പൊടിപൊടിയായിട്ട് മിക്സി യൂസ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനോർത്ത് എൻ്റെ ആകെ ഉള്ളത് വാഴയിലയാണ്, അന്ന് വാഴയില യൂസ് ചെയ്ത് നോക്കാമെന്ന്. വാഴയില വെച്ച് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ പറ്റിയ ഫ്ലോപ്പായി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ വാഴയിലയുടെ നാര് പൊങ്ങി വന്നു. പിന്നെ നമ്മൾ വിട്ടുകൊടുത്തില്ല, നമ്മൾ എന്ത് വേണ്ടു, നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് ആര്യവേപ്പാണ്. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല യൂസ് ചെയ്ത് അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കിയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഈ നേഴ്സായി എനിക്ക് ഈ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പം, നമ്മുടേതായ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പം ലീവ് കിട്ടുന്ന വലിയ പാടാണ് കേട്ടോ. അത് ഞാൻ എന്താ പറയാൻ കാര്യമെന്ന് വെച്ചാൽ, ഈ പ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ വന്നപ്പം നമ്മുടെ തിരുവോണം എന്ന് പറയുന്നത് ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ എന്ന് പറയുമ്പം യൂഷ്വലി സ്ട്രേറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്കെല്ലാം ഓഫ് കിട്ടും. അപ്പം പിന്നെ അധികം ഒരു ഫൈറ്റ് വരത്തില്ല ഈ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യാനോ. ഫൈറ്റ് മീൻസ് എങ്ങനെ ആളെ കിട്ടാതെ വരില്ല, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ തിരുവോണത്തിൻ്റെ ഡ്യൂട്ടി അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് ഈസി ആയിരുന്നു. പക്ഷേ ഒരു പണി കിട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് കോൾ ഡ്യൂട്ടി എടുക്കേണ്ടി വന്നു. പക്ഷേ തിരുവോണത്തിൻ്റെ അന്ന് എനിക്ക് കോളൊന്നും വന്നില്ല. അടിപൊളിയായിട്ട് തിരുവോണമൊക്കെ എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോഷൂട്ടും ഒക്കെ എടുത്ത് ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അന്ന് എടുത്തതിൻ്റെ. പിന്നെയാണെങ്കിൽ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തിരുവോണ ദിവസത്തെ എങ്ങനെയാണ് ഞങ്ങൾ എൻജോയ് ചെയ്തത് എന്നുള്ളതാണ്. ഞങ്ങളൊരു അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട്, സദ്യ ഉണ്ട്. ഞങ്ങൾ ഈ ചെറിയ ഒരു സ്പേസിൽ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. താങ്ക് യു ഓൾ.
അങ്ങനെ നമ്മൾ അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞു. കുറേ ടൈം എടുത്തു. ഇനി അമ്മമ്മ കിച്ചണിലാണേ, നമുക്ക് അമ്മമ്മയെ സഹായിക്കാം.